ഹലോ, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. നമ്മുടെ എക്സലിലെ ബേസിക്കത്തെ രണ്ടാമത്തെ വീഡിയോ ആണിന്ന്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ എക്സലിൽ ഡാറ്റാസ് എങ്ങനെ ആഡ് ചെയ്യാം, അതിങ്ങനെ ചെറിയൊരു ഉപയോഗം, എക്സലിൻ്റെ ചെറിയൊരു ഉപയോഗം, അതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നമുക്കൊരു ഷോപ്പുണ്ട്. ഷോപ്പിൽ ഒരു 10 എംപ്ലോയി ഉണ്ട്. അപ്പോൾ 10 എംപ്ലോയി 1 2 3 നമ്മളിങ്ങനെ ബേസിക് ആയിട്ടുള്ള നമ്മളിങ്ങനെ 1 2 3 4 5 6 8 9 10 വരെ ടൈപ്പ് ചെയ്യണമെങ്കിൽ നല്ലത് നമുക്ക് എക്സൽ ഓട്ടോ ഫിൽ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓട്ടോ ഫിൽ എന്ന് പറഞ്ഞ ഓപ്ഷന് എന്ന് വെച്ചാൽ അങ്ങനെ 1 2 3 എന്ന് എക്സൽ കണ്ടാൽ പിന്നെ ഇത് 3 കൂടെ സെലക്ട് ചെയ്തിട്ട് ഈ പ്ലസ് ചേരുവ കണ്ടില്ലേ, അത് ഈ തെറ്റത്തുകൊണ്ട് വെച്ചാൽ ഈ ഡാർക്ക് ആവും. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സൽ ഓട്ടോ ഫിൽ ചെയ്യും. ഇതിപ്പോൾ ഒരു 2 4 2 4 6 8 അപ്പോൾ ഇതിങ്ങനെ 2 + 2 4 2 + 4 + 2 6 അങ്ങനെയാണ് പോണത്. അപ്പോൾ അതൊരു പാറ്റേൺ എക്സലിന് മനസ്സിലായി. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഓട്ടോ ഫില്ല് കൊണ്ട 8 10 12 അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ആ ഒരു കോൺസെപ്റ്റിൽ അങ്ങനെ പോകും. അപ്പോൾ അങ്ങനെ പിന്നെ 10 എംപ്ലോയീസ് ഉണ്ട്. ആദ്യത്തെ എംപ്ലോയിയുടെ പേര് വാസു, രണ്ടാമത്തെ സുഗുണൻ, മൂന്നാമത്തെ മൂസ, നാലാമത്തെ അലി, അഞ്ചാമത്തെ വിഷ്ണു, ആറാമത്തെ കോയ, ഏഴാമത്തെ കൊടുക്കുക മമ്മൂക്ക, ലാലേട്ടൻ, ഗോപി. ഒരാളോടാണല്ലോ ഒരാളിഞ്ഞ് പര കൊടുക്കുക. ഷടാ ഗോകു. 10 പേര് കൊടുത്ത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഹവറിലി വേജ് എന്ന് പറയുന്നത് 15 രൂപയാണ്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്ത് നേരത്തെ പറഞ്ഞ ഇതിങ്ങനെ 2 സെലക്ട് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോ ഫില്ല് 15 എല്ലാത്തിലും 15 ആയി. അപ്പോൾ ഒരു ഹവറിൽ വാസൊരു ദിവസം 4 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ട്. കോയ ഒരു 5, മൂസം മടിയാന 2, ഇയാൾ അല്ലെങ്കിൽ ഒരു 8 കൊടുക്കുക, അല്ലെങ്കിൽ 7 കൊടുക്കുക. ഇതൊരു 6 പോട്ടെ, 42 വേണ്ട. ഇതൊരു 4 2 9 10. ഓക്കെ, ഇവർ ഒരു മണിക്കൂറിൽ ഒരു ദിവസം 4 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ മണിക്കൂറിന് 15 രൂപ വെച്ചിട്ടാണ് കൂലി. പിന്നെന്താ അങ്ങനെ അപ്പോൾ പിന്നെ നമുക്ക് ഇതിപ്പോൾ 15 രൂപയല്ല, ഹവറിലി വേജ് നമുക്ക് കൂട്ടിയെന്ന് വിചാരിച്ചു. ഹവറിലി വേജ് നമ്മൾ 15 രൂപ കൊടുക്കണം, 15 രൂപ മാറ്റിയിട്ട് ഒരു 18 രൂപ ആക്കിയെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് 16 അങ്ങനെ ആക്കണമെങ്കിൽ നല്ലത് 15. ഓക്കെ 15 ഓക്കെ. ഇങ്ങനെ ഒരെണ്ണം സെലക്ട് ചെയ്യുക, എന്നിട്ട് നമ്മുടെ എഡിറ്റിങ്ങിൽ പോവുക. എഡിറ്റിങ്ങിൽ പോയിട്ട് ഇവിടെ നമ്മുടെ ടാബ് റിബൺസിൽ ഗ്രൂപ്പിൽ ഫൈൻഡ് ആൻഡ് സെലക്ട്, അതിൽ റീപ്ലേസ് പോവുക. അതിൽ ഫൈൻഡ് വാട്ട് 15, റീപ്ലേസ് വിത്ത് 16. അപ്പോൾ റീപ്ലേസ് ഓൾ 10 റീപ്ലേസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഓപ്ഷനാണ്. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ അങ്ങനെ കുറേ വെറുതെ ഇട്ടിട്ടുള്ളൂ. ഇതിപ്പോൾ നമ്മൾ സ്പെസിഫൈ ആയിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല എന്താണത്. അപ്പോൾ അങ്ങനെയാണ് ഇത് പേരാണെന്ന് പറഞ്ഞിട്ടില്ല, ഇത് ഹവറിൽ വേജ് ആണെന്ന് പറഞ്ഞില്ല, അത് ഹവേഴ്സ് വർക്ക് ഇടുക എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ മൊത്തം അടിക്കാക്കിയിട്ട് മൊത്തം ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഓരോ നിമിഷനെ നെയിം അങ്ങനെ അടിക്കാൻ നോക്കേണ്ടി വരും. അപ്പോൾ ഞാൻ കൺട്രോൾ സെറ്റ് അടിച്ചിട്ട് ബാക്കിൽ പോകണം. അതിന് പകരം നമുക്കിവിടെ ഇതിപ്പോൾ എന്താ വെർട്ടിക്കൽ കോളം എയുടെ അവിടെ പോയിട്ട് ഇൻസേർട്ട് കൊടുക്കാം. അപ്പോൾ ലെഫ്റ്റിലേക്ക് ഒരെണ്ണം വന്ന്
നമുക്ക് ലെഫ്റ്റേക്കല്ല വേണ്ടി, നമുക്ക് ഹൊറിസോണ്ടൽ റോസിലാണ് വേണ്ടി. അപ്പോൾ നമ്മൾ ഇത് ഡിലീറ്റ് ചെയ്യുന്നു. നമ്മൾ റോസ് അല്ല കോളംസ് റോസിൻ്റെ അവിടെ പോകണം. റോ നമ്പർ 1 അവിടെ പോയിട്ട് ഇൻസേർട്ട് കൊടുക്കുന്നു. അപ്പം നമുക്ക് ഇൻസേർട്ട് വന്നത് നമ്മളിവിടെ നെയിം. നമ്മളിപ്പോൾ പിന്നൊന്ന് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഇവിടെ ഇച്ചിരി എൻ്റർ അടിച്ചാൽ നേരെ അടിയിലേക്കാണ് പോവുക. പക്ഷേ ടാബ് അടിച്ചാൽ, ടാബ് ബട്ടൺ എന്ന് വെച്ചാൽ കൺട്രോൾ ഷിഫ്റ്റ് ക്യാപ്സ് ലോക്കിൻ്റെ മുകളിൽ ടാബ് അടിച്ചാൽ റൈറ്റിലേക്ക് പോകും. ഓക്കെ, അതുപോലെ തന്നെ ടാബ് അടിച്ചാൽ റൈറ്റിലേക്ക് പോകും. അതുപോലെ ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് എൻ്റർ അടിച്ചാൽ മുകളിലേക്ക് പോകും. ഓക്കെ, അത് മറക്കണം. അല്ലാതെ തന്നെ നമുക്ക് ആരോക്കെ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്യാം, അതൊരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ നെയിമല്ല എംപ്ലോയി ID എന്ന് കൊടുക്കുക. എംപ്ലോയി ID. പിന്നെ ഇത് നെയിം, ഇത് ഹവർലി പേജ്, ഇത് ഹവേഴ്സ് വർക്ക്ഡ്. അപ്പോൾ 4ാമത്തെ അല്ല 5ാമത്തെ ടോട്ടൽ വേജ്. ഓക്കെ, ഇതിപ്പോൾ നേരത്തെ അല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ ഒരു സെല്ലിൻ്റെ അല്ല ഈ ഒരു റോസിൻ്റെ ഈ ഒരു കോളത്തിൻ്റെ റോസ്, അത് എപ്പോഴും നോക്കി എനിക്ക് തെറ്റും. ഈ ഒരു കോളത്തിൻ്റെ വിടുത്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലി ആയിട്ട് ചെയ്യാം. ഇതിപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ കൂട്ടണം. അപ്പം അങ്ങനെ എല്ലാതും ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ കൂട്ടണമെങ്കിൽ പകരം ഇതൊക്കെ സെലക്ട് ചെയ്യാം. 1 2 3 4 1 2 3 4 5 കോളംസും സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒന്നിൻ്റെ അടുത്ത് പോവാം. ഏതെങ്കിലും ഒന്നിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഈ ഒരു ഇങ്ങനെ റൈറ്റിംഗ് ലെഫ്റ്റ് കയറി വരുന്നിടത്ത് ഇങ്ങനെ അതിൻ്റെ ഇടയിൽ അങ്ങനെ വെച്ചാൽ നമുക്ക് എല്ലാതും കൂടെ നമ്മുടെ സെല്ലിൽ അഡ്ജസ്റ്റ് ആയിട്ട് വന്നോളും. അപ്പോൾ ഓക്കെ, പിന്നെ നമുക്കിപ്പോൾ ഇതൊരു ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഫോർമുല ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ ടോട്ടൽ വേജ് എത്രയാണ് നോക്കാം. ഒരാൾക്ക് വാസുവിന് ടോട്ടൽ വേജ് അങ്ങനെ നോക്കാം. അപ്പം നമ്മൾ ഈക്വൽ ചെയ്യാം. ഹവേഴ്സ് വർക്ക് 4x16 നമുക്ക് വേണ്ടി. അപ്പോൾ 4 മണിക്കൂർ ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ സെല്ല് D ആണ്, D2-ലാണുള്ളത്. ഇൻഡു എന്നുള്ളത് സ്റ്റാറാണ് വരിക. ഓക്കെ, ഇൻഡു C2. ഓക്കെ, C2 എൻ്റർ അടിച്ചാൽ നമ്മുടെ വാസുവിന് കിട്ടുന്നത് 64 രൂപയാണ്. 64 എന്നുള്ളത് നമ്മൾ ഡ്രാഗ് ചെയ്താൽ ഓക്കെ ഉണ്ടാ. അപ്പോൾ ഓക്കെ, നമുക്കിത് 16x9 കറക്റ്റ് അല്ലേ നോക്കാം. 16x9 154 കറക്റ്റാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ജനറൽ ഫോർമാറ്റിലാണ് എടുക്കുന്നത് വേണ്ട. അപ്പോൾ നമ്പറിൽ നമുക്കിത് കറൻസി കൊടുക്കാം. ഇത് കറൻസി, അവിടെ കറൻസി നമ്പർ, കറൻസി അക്കൗണ്ടിങ് കൊടുത്താലും മതി, കറൻസി. അപ്പോൾ നമ്മൾ പിന്നെ ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഡെസിമൽ ഫോർമാറ്റ് വേണ്ട. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇത് നമുക്ക് ഇനി ഒരു ടാബിൽ വരുത്തണം എന്ന് വിചാരിച്ചു. അപ്പോൾ ടേബിൾ ആക്കണം എന്ന് വിചാരിച്ചു. നമുക്കിതൊന്ന് കുറച്ച് അടിപൊളിയായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ എംപ്ലോയി ID ഇതല്ലാതെ ഒരു ബോർഡർ ആക്കിയിട്ട്, അപ്പോൾ ഒരു ബോർഡർ വന്ന് അപ്പോൾ നമുക്ക് ഇതിൽ വേറെ ഒന്നും കൂടെ എടുക്കാം. ടോട്ടൽ വേജസ്. അപ്പോൾ നമുക്കെല്ലാം കൂടെ സം ചെയ്യാട്ടോ. ഈക്വൽ ടു സമ്മ് ഓപ്പൺ ബ്രാക്കറ്റ് ഇവിടെ മുതൽ ഇവിടം വരെ 852 രൂപ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത് നമുക്കൊന്ന് ബ്രാക്കറ്റിലാക്കണമല്ലോ. ബോർഡേഴ്സ് ഇടണമല്ലോ. ബോർഡേഴ്സ് ഓക്കെ. ടോട്ടൽ വേജ് എന്നുള്ളത് നമുക്ക് ബോൾഡാക്കാം. ഇതെല്ലാം നമുക്കൊന്ന് ബോൾഡാക്കാം. പിന്നെന്താ 1 2 3 4 അതൊന്നും വേണ്ട. ഇതെല്ലാം നമുക്കൊന്ന് സെൻറ്ററാക്കാം. തെറ്റിപ്പോയി, ഇതടിയിലാണ്. ഓക്കെ, പിന്നെന്താ പിന്നെ നമുക്കിതൊരു ടേബിൾ പോലെ ആക്കാം. അതിന് നമുക്ക് ഇൻസേർട്ടിൽ പോവാം. ടേബിൾ പോവാം. ഓക്കെ,
ടേബിൾ പോലെ. ഓക്കെ, ഇത് നമുക്ക് വേണം. ഓക്കെ, ഇത് ഒരു മിനിറ്റ്, നമുക്കത് വേണ്ട, അങ്ങനെ വേണ്ട. നമ്മുടെ വിളിച്ച് നമുക്ക് ഇൻസേർട്ട് അല്ല, ഇതും വേണ്ട. നമുക്ക് ഇൻസേർട്ട് ടേബിൾ കൊടുക്കാം. ടേബിൾ ഹെഡേഴ്സ് വേണ്ട, കോളം തെറ്റിപ്പോയി, വീണ്ടും തെറ്റിപ്പോയി. ഇൻസേർട്ട് മൈൻഡ് വർക്ക് ചെയ്യണില്ലല്ലോ. കമോൺ. ഓക്കെ, ഇതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞാൽ എന്തായാലും ഇപ്പോൾ ടേബിൾ കൊടുക്കണം. ടേബിൾ പോട്ടെ. നമുക്കിത് ടേബിളായി. ഇപ്പോൾ ഇത് കുറച്ചുകൂടി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ അപ്പോൾ നമ്മൾ ടോട്ടൽ വെച്ച് കൊടുക്കാൾ 848. ഇതിൻ്റെ ഇക്വേഷനാണ് ഫോർമുല ബാറിൽ കാണാം. സമ്മ് ഇങ്ങനെ കേട്ടോ. ഇതിൻ്റെ ഇക്വേഷൻ ഡേറ്റ് ഇൻറ്റു വെയിറ്റ്. നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ വിഷ്ണുവിന് കൊടുക്കുന്നത്, വിഷ്ണു 20 ആക്കി വിചാരിച്ചു, അതിൻ്റെ എല്ലാ ടോട്ടലും മാറും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ഫോർമുല വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു ഉപകാരം. നമ്മളിപ്പോൾ എവിടെയെങ്കിലും മാറ്റിയതിനനുസരിച്ച് എല്ലാതും മാറും. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് മാറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ മാറ്റണം, പിന്നെ ഇവിടെ മാറ്റണം, അതിനും കൂടി എല്ലാതും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ. അപ്പോൾ അതാണ് ഉപകാരം. ഇനിയിപ്പോൾ വേറെ ഫങ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഫയല് നമുക്ക് ഇവിടെ മൊത്തം മാറ്റണം. ഇത് ഇത്ര ഇവിടെ വേണ്ട, നമുക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്യാം. നമുക്കിതിൻ്റെ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഫോർമാറ്റിൽ ഈ ബാക്കിയുള്ള സാധനങ്ങളിൽ ടേബിൾ പോലൊക്കെ ഉള്ളത് അതിന് ഫോർമാറ്റ് എന്നാണ് പറയുക. നമുക്ക് അങ്ങനെ ഫോർമാറ്റ് ഒന്നും വേണ്ട. നമുക്കിപ്പോൾ ഇത് ഇവിടെ സെലക്റ്റഡ് ആണ്. ഇവിടെ മുതൽ വരെ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് റൈറ്റ് ക്ലിക്ക് അടിക്കുക, എന്നിട്ട് സെലക്ട് അല്ലെങ്കിൽ കോപ്പി അടിക്കുക, എന്നിട്ട് ഇവിടെ പോവുക, പേസ്റ്റിൻ്റെ അവിടെ പോയിട്ട് പേസ്റ്റ് സ്പെഷ്യൽ അവിടെ പോയിട്ട് ഫോർമുലാസ്, പിന്നെ പേസ്റ്റ് അടിച്ചാൽ മൊത്തം വരും. ഫോർമുലാസ് എന്ന് വെച്ചാൽ ഫോർമുലാസ് കൊടുക്കുന്ന വരും. അപ്പോൾ ഫോർമുലാസ് ആൻഡ് നമ്പേഴ്സ് ആൻഡ് ഫോർമാറ്റിംഗ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരും. പിന്നെ നമുക്ക് കീപ് സോഴ്സ് ഫോർമാറ്റിംഗ്, പിന്നെ നോ ബോർഡേഴ്സ് ഇല്ലാതെ കീപ് സോഴ്സ് കോളം വിഡ്സ് അല്ലാതും കൂടെ വരും. നമുക്കിപ്പോൾ വെറും നമ്പേഴ്സ് മാത്രം മതി, വാല്യൂസ് മാത്രം മതി. അങ്ങനെ വാല്യൂസും മറ്റേ നമ്പർ ഫോർമാറ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ പിന്നെ എല്ലാതും കൂടെ നമുക്ക് നമ്പേഴ്സ് മാത്രം മതി. അപ്പോൾ ഇതിൽ ഫോർമുലാസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ഇതിൽ ഫോർമുല ഇതിലുണ്ടോ, അതിൽ ഫോർമുല ഇല്ല. അങ്ങനെ ഇപ്പോൾ എല്ലാതും കൂടെ വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ കൺട്രോൾ+C അടിക്കുക. ഇതെല്ലാം സെലക്ട് ചെയ്തിട്ട് എന്നിട്ട് എവിടെയെങ്കിലും കൂടി കൺട്രോൾ+C അടിച്ചാൽ എല്ലാതും കൂടെ വരും. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഡിലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഡിലീറ്റ്. അപ്പോൾ പോയി. പക്ഷേ ഇവിടെ ഒരു സാധനം കൂടെ ഉണ്ടല്ലോ, ഇതിന് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ പോവുക, എന്നിട്ട് ഓക്കെ, നമ്മൾ ഇന്നലെ പോയി ഇവിടെ ഡിലീറ്റ് ക്ലിയർ ഓൾ. അപ്പോൾ എല്ലാം ക്ലിയർ ആയി. അപ്പോൾ ഒന്നുകൂടെ കാട്ടിത്തരാം. ഇതിപ്പോൾ നേരത്തെ പോകാത്തതിന് പകരം ഇങ്ങനെ പോവുക, ഇവിടെ പോവുക, ക്ലിയർ ഓൾ അടിക്കുക. അല്ലെങ്കിൽ പിന്നെ ഇതിലിപ്പോൾ നമുക്കിപ്പോൾ ഫോർമാറ്റ്സ് ഉണ്ട്. ഈ ഫോർമാറ്റ് ഡേറ്റ് ഇതിലെ സെറ്റ് ഓഫ് ഡാറ്റാസിലാണ് നമുക്ക് ഫോർമാറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫോർമാറ്റ്സ് വേണ്ട. അപ്പോൾ ഇവിടെ പോയിട്ട് ക്ലിയർ പോവുക, ക്ലിയർ ഫോർമാറ്റ്സ് കൊടുത്താൽ അതിൻ്റെ ഫോർമാറ്റ് അതല്ല, തെറ്റിപ്പോയി. ഓക്കെ, ക്ലിയർ പോവുക, ക്ലിയർ കണ്ടന്റ്, അതിലെ കണ്ടന്റ് എല്ലാം പോയി, ക്ലിയർ ഓൾ എല്ലാം പോയി, ക്ലിയർ പോയി. അപ്പോൾ ക്ലിയർ ഫോർമാറ്റ് പോയില്ല. ഓക്കെ, ഡിലീറ്റ്. ബാക്കിയുള്ളത് ഞാൻ വരും ക്ലാസ്സിൽ അതിനനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഇപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ, ബാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരാം. മെല്ലെ കയറിപ്പോവും, എല്ലാം ചടപടാ ചെയ്തിട്ടുണ്ട. ഓക്കെ, ഇനിയിപ്പോൾ വേറെ സംഭവിച്ചാൽ ഈ ഒരു ഡാറ്റാസ് നമുക്ക് ഇവിടുന്ന് നീക്കണം. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ Ctrl+X അടിച്ചിട്ട് ഇവിടെ പോയിട്ട് Ctrl+V അടിക്കാം, എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ എല്ലാവരും അവിടെ പോലെ തന്നെ വന്ന്. പക്ഷേ വേറൊരു സംഭവം വെച്ചാൽ Ctrl+X അടിക്കണം. ഓക്കെ, Ctrl+Z. ഓക്കെ, വേറെ സംഭവം വഴിയെന്ന് വെച്ചാൽ ഇവിടെ മുതൽ ഇവിടെ വരെ സെലക്ട് ചെയ്യുക, എന്നിട്ട്
ഈ ഒരു ഏരോക്കെ വരുന്നില്ലേ, മൂവിൻ്റെ സാധനം വന്നിട്ട് ഇവിടെ സ്വിച്ച് അങ്ങനെ വരും. പിന്നെ അവിടെ പോയിട്ട് വീണ്ടും അടിച്ചാൽ എല്ലായിടത്തും ഓക്കെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മതി. ഇത് അത്യാവശ്യത്തിനായിട്ടുണ്ട്, എനിക്കും ഡൗട്ടായി. അപ്പോൾ ബാക്കി നമുക്ക് പിന്നെ എടുക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.